അഭിലാഷി ആരംഭിക്കാം. നമസ്കാരം. ജയശങ്കര. ഇന്നത്തെ രാമായണ പാരായണം ഒമാൻ ഗ്രൂപ്പിന്റെ സാന്നിധ്യത്തിലാണ്. അതിനകത്ത് വളരെ കുറച്ച് പങ്കാളികൾ മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് ആദിശങ്കരെ കുറിച്ചിട്ട് എല്ലാവരും അറിയത്തില്ലെങ്കിലും ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാവരും ആദിശങ്കരെ കുറിച്ച് അറിയുന്നുണ്ട്. ഞാൻ ആദിശങ്കരയുടെ ഫോളോവർ ആണെന്ന് പറഞ്ഞിട്ട് ഈയിടയ്ക്ക് കുറെ ആൾക്കാർ പരിചയപ്പെട്ടു. അതിലെല്ലാം എനിക്ക് വളരെയധികം ആത്മസന്തോഷം തോന്നി. അതിലുപരി ഇവിടുന്ന് കിട്ടുന്ന ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന സ്നേഹസാഫല്യങ്ങൾ അത് തീരാൻ പറ്റാത്ത വലിയൊരു സർട്ടിഫിക്കറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു രാമന്റെ ഗീതം നാമം ചൊല്ലിയിട്ട് ഞാനിത് തുടങ്ങാം. ജയശങ്കര. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രമധ്യേ നീലാംബുദശ്യാമള കോമളാംഗം സീതാസാമരോപിത വാമഭാഗം പാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുനാഥവംശം. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഈ രാമായണത്തിനെ കുറിച്ചിട്ട് ഞാൻ മൊത്തമായിട്ട് കുറെ കാര്യങ്ങളെല്ലാം ഇന്ന് വായിച്ചു. രാമായണത്തെ കുറിച്ചൊരു മുഖവുര പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു 3 മിനിറ്റ് സമയം ഞാൻ അപേക്ഷിക്കുകയാണ്. രാമായണം ബോധമനസ്സിന്റെ നിറകാവ്യമാണ്. ആദ്യമായി അക്ഷരം പഠിച്ച കാട്ടാളൻ താപസനായി മാറുന്നതും ആ താപസൻ പിന്നീട് കവിയായി മാറുന്നതും മഹാപരിണാമം. അത് കാലത്തിന്റെ നിയോഗം. ഭാരതീയ ജീവിതത്തെ രാമായണം പോലെ സ്വാധീനിച്ച മറ്റൊരു കാവ്യമില്ല. ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് വാമൊഴിയായി പകർന്ന ഈ കാവ്യം നാടോടി ശീലുകൾ പോലെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞാടി കാലങ്ങൾക്കപ്പുറത്ത് ഒരു കാവ്യം സഞ്ചരിക്കുമ്പോൾ അതിന്റെ എഴുത്തുകാരൻ കാലത്തെ സൃഷ്ടിച്ച കവിയാകുന്നത് സ്വാഭാവികം മാത്രം. ധർമ്മവും അധർമ്മവും കറുപ്പും വെളുപ്പും രാമനും രാവണനും ഇവ തമ്മിലുള്ള സംഘർഷ അനാദികാലം മുതൽ മനുഷ്യ ചരിത്രത്തിൽ നടന്നു വരുന്നതാണ്. മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ് ഇവയെല്ലാം എന്ന് പൂർവ്വഗ്രന്ഥങ്ങൾ പറയുന്നു. ധർമാധർമ്മങ്ങൾ തമ്മിൽ പൊരുതുമ്പോൾ അത്യന്താധികമായ വിജയം ധർമ്മത്തിനും സത്യത്തിനുമാണെന്ന് രാമായണം പഠിപ്പിക്കുന്നു. രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകത്തിലിരുന്ന് ആത്മജ്ഞാനം നേടി വാൽമീകിയാവുമ്പോൾ അത് താപചൈതന്യത്തിന്റെ വിശുദ്ധി മാത്രമല്ല, അറിവ് നേടലിന്റെ പൂർണ്ണത കൂടിയാണ് വെളിവാക്കുന്നത്. തപസ് എന്നത് അറിവ് നേടലാണ്. തപശക്തി എന്നത് അറിവാൽ ആർജിക്കുന്നതും. സമ്പത്തും തങ്ങളുടെ കൈവശമുള്ള ധനം തപശക്തി മാത്രമാണെന്ന് സപ്തഋഷികൾ രത്നാകരനോട് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ത്യാഗം, സത്യം, ധർമ്മം, ഭക്തി, സ്നേഹം തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങളുടെ വിളനിലമാണ് രാമായണം. ഇവയുടെ ആകെത്തുകയാണ് രാമരാജ്യം എന്ന മഹത്തായ സങ്കല്പം. ഭാരതീയ സംസ്കാരത്തിന്റെ മുഖ്യ സ്രോതസ്സുകളിൽ ഒന്നാണ് വാൽമീകി രാമായണം. രാമായണം അഥവാ ഇരുട്ടില്ലാതാക്കണം എന്ന് പൊതുവെ വാക്കിനർത്ഥമുണ്ടെങ്കിലും രാമായണ കാവ്യത്തിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണെന്ന് പറയപ്പെടുന്നു. അനർഘനിർഗളമായി പ്രവഹിക്കുന്ന ഗംഗ പോലെയാണ് ഭാരതീയ സംസ്കൃതിയിൽ രാമായണത്തിന്റെ മഹാകാവ്യം ഒഴുകുന്നത്. കാലദേശങ്ങളെയും ജനപ്രസ്ഥാനങ്ങളെയും മറികടന്ന് രാമായണം എന്ന ഇതിഹാസ കാവ്യം ഇന്നും അഭംഗുരമായി ശോഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കണം. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ ഭാരതീയ ആധ്യാത്മിക ത്രിവേണികളാണെന്ന് അറിയപ്പെടുന്നത്. തുഷാരഗിരിയിൽ നിന്ന് പുറപ്പെടുന്ന കാളിന്തി, ഭഗീരഥി, സരസ്വതി അവ മൂന്നുമാണ് രാമായണം, മഹാഭാരതം, ഭാഗവതം എന്ന് സിദ്ധാന്ത സ്വാമികൾ അഭിപ്രായപ്പെടുന്നു. കൂടാതെ ചിങ്ങപ്പുലരിയിലേക്കുള്ള കാത്തിരിപ്പിന്റെ മാസം കൂടിയാണ് കർക്കിടകം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രാമൻ എക്കാലത്തെയും മാനുഷിക ധർമ്മത്തിന്റെ പ്രതീകമാണ്. രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠയും സുന്ദരവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ രാമായണത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. രാമായണം പല തലമുറകളിലൂടെ നൂറുകണക്കിന് തവണ രചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. വസിഷ്ഠ രാമായണം, അധ്യാത്മ രാമായണം, മൂലരാമായണം, തുളസീദാസ് രാമായണം, കമ്പരാമായണം, കണ്ണശ രാമായണം എന്നിവ പ്രസിദ്ധങ്ങളാണ്. BC 300 മുതൽ വാൽമീകി രാമായണം ഭാരതത്തിൽ വിവിധ ഭാഗങ്ങളിൽ ആധ്യാത്മിക പരിഭാഷം ആർജിച്ചിരുന്നു. കൂടാതെ നിരവധി പ്രാദേശിക ഭാഷകളിലും കഥ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ രാമായണം വ്യക്തമായി പഠിക്കുകയും അതിനെക്കുറിച്ച് വിലയിരുത്തുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്തിലെ പകുതിയല്ല മൊത്തം പ്രശ്നങ്ങളിൽ നമുക്ക് പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോവുകയും നല്ല കുടുംബജീവിതവും നയിക്കാൻ സാധിക്കുമെന്നും രാമായണം പഠിപ്പിക്കുന്നു. ജയശങ്കർ.
എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനി പ്രകാശ് ചേട്ടൻ അടുത്ത രാമായണ പാരായണ, സോറി, പ്രകാശ് ചേട്ടനല്ല, എന്റെ മകൻ ഒരു നാമം ചൊല്ലിയിട്ട് പ്രകാശ് ചേട്ടന് തുടങ്ങാവുന്ന ഒരു രാമന്റെ നാമം ചൊല്ലും. നമസ്കാരം. ജയശങ്കർ. राम नाम आधार जिन्हें, राम नाम आधार जिन्हें वो जल में राह बनाते हैं, जिन पर कृपा राम करे वो पत्थर भी तिर जाते हैं, जिन पर कृपा राम करे वो पत्थर भी तिर जाते हैं। लक्ष्य राम जी, सिद्ध राम जी, राम ही राह बनाई, राम ही राह बनाई, राम कर्म है राम ही करता, राम की सकल बड़ाई, राम की सकल बड़ाई, राम काम करने वालों में राम की शक्ति समाई, पृथक पृथक नामों से सारे काम करे रघुराई, भक्त बरायन निज भक्तों को सारा श्रेय दिलाते हैं, जिन पर कृपा राम करे वो पत्थर भी तिर जाते हैं, जिन पर कृपा राम करे वो पत्थर भी तिर जाते हैं। घट घट बस के आप ही अपना नाम रटा देते हैं, नाम रटा देते हैं, हर कारज में निज भक्तों का हाथ बटा देते हैं, हाथ बटा देते हैं, बाधाओं के सारे पत्थर राम हटा देते हैं, अपने ऊपर लेकर उनका भार घटा देते हैं, पत्थर का प्रभु तीनों लोगों का सारा श्रेय उठाते हैं, जिन पर कृपा राम करे वो पत्थर भी जाते हैं, जिन पर कृपा राम करे वो पत्थर भी तिर जाते हैं। लोगा समस्ता सुखिनो भवन्तु. നമസ്കാരം. ജയശങ്കർ. ഇനി പ്രകാശ് ചേട്ടന് അടുത്ത ഭാഗം വായിച്ചു തുടങ്ങാം. ഹരേ ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. വാമേ ഭൂമി പുരച്ചോ ഭൂമി സുതോ പുരച്ച ഹനുമാൻ, പചാസുമിത്രാ സുത ശത്രുഘ്നോ ഭരതച പാർശ്വദളയോർവാതികോണേഷു ച സുഗ്രീവച്ച വിഭീഷണച്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജ കോമളരുചിം രാമം ഭജേ ശ്യാമളം. ശ്രീരാമചന്ദ്രചരണം മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണം വജസാ ശൃണാമി, ശ്രീരാമചന്ദ്രചരണം ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണം ശരണം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ
മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവ രാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ഹരേ രമരാ ഹരേ ഹരേ സുഗ്രീവനോട് അരുൾ ചെയ്താൻ അനന്തരം അഗ്രജപുത്രനാം അംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരാദി കർമ്മങ്ങളെ പുണ്യാപര്യന്തം ആനന്ദ ചെയ്ക നീ രാമാജ്ഞയാ തെളിഞ്ഞാച്ചു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കി തുടങ്ങിനാൻ സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാദ്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം പേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേന കർമ്മം കഴിച്ചത് ജഗാമ രഘൂത്തമ സന്നിധൗ മന്ത്രികളോടും ബ്രഹ്മണ്യപാദാംബുജ അന്തർമുദ പറഞ്ഞാൽ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനീ തവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവാൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘൂത്തമൻ നീ തന്നെ ഞാൻ അതിനുള്ളൊരു സംശയം പ്രീതനായി പോയാലും ആശും ആജ്ഞയ രാജാധിപത്യം നിനക്ക് തന്നേനി പൂജനായി ചെന്ന് അഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേക ആദരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാർത്ഥം അഭിഷേക്ഷായേ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ അദൃശിഖരെ വസിക്കുന്നതുണ്ട് ഞാൻ അദ്യപ്രഭതി ചതുർമാസ്യം ആകുലാൽ പിന്നെ വർഷം കഴിഞ്ഞാൽ അന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ തന്നുകിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊല്ലുകയും വേണം തന്നീ ഇരിപ്പേടമറിഞ്ഞു എന്നോട് ചൊല്ലുകയും വേണം മമസഖേ അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസമം രാഘവൻ തന്നുടെ അനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിഭുക്ക് അഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികെ സുമിത്രാത്മജൻ സോദരനോടും പ്രവർഷണമാക്കേ
ഗിരൗ സാദരം ചെന്ന കരയിറങ്ങി കൂത്തമൻ ഉന്നതമൂർധ ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗക്കുരം കാണായി പാടിക ദീപ്തി കലർന്നു വിളങ്ങിന പാടകദേശം മണിപ്രവരോജ്വലം വാദവരിഷ ഹിമതാപവാരണം പാദവൃന്ദ സഫല മൂലസഞ്ചിതം തത്രൈവ വാസായ ജയാമാസ സൗമിത്രൻ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ മധ്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചേനകം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിന. ഹരേ രാമ രാമ താവരജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധിവിരതനായി ഏകാന്തദേശ മരുവും ദശാന്തരെ ഏകതാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളിടിനാർ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമുഖ്യാക്കി മോക്ഷപ്രദം ത്രിലോകിപതേ വർണ്ണാശ്രമകൾക്കു മോക്ഷതം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദ വ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണനെ പൂജിച്ചുകൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നത് കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായ ദാസനായുള്ളോരടിയെന്ന് മുക്തിപ്രദമായി ഉപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാൻ അരുൾ ചെയ്കിലോ ലോകോപകാരമാകുകയും ഉണ്ടല്ലോ. ലക്ഷ്മണനേവമുണർന്നെത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു. അടുത്ത വായിക്കാൻ പോകുന്ന ഭാഗമാണ് വളരെ മനോഹരം. അതായത് നമ്മുടെ മനുഷ്യരാശിയുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മള് എങ്ങനെ ഭഗവാനെ വണങ്ങണം, വിളിക്കണം, പൂജ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ താഴോട്ട് വർണ്ണിക്കാൻ പോകുന്നത്. വളരെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. കേൾക്ക നീ എങ്കിൽ മൽപൂജാ വിധാനത്തിൽ ഓർക്കില്ല അവസാനമില്ലറിക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗ്രഹോക്തമാർഗേന മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവമാരാധിക്കാമടോ. കിൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നിഭാവങ്കലാകിലുമടോ. മുഖ്യ പ്രതിമാദികളിലൊന്നാകിലും അർക്കങ്കലാകിലും ഈ പങ്കലാകിലും തണ്ടിതത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തരം എത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാവിധി വഴി കാലെ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വൽക്കർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപ്പം. ആദികെ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം ബ്രഹ്മാർജനം. പുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമെന്നറിക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദം എനിക്കെന്നറിക നീ.
അഗ്നൗ അവിശുകൊണ്ടാതരാർക്കനെ തണ്ടിതത്തിങ്കിലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടുകൂടെ വരികെന്നാകിലും ഭക്തനായുള്ളവൻ തന്നെ അതിപ്രിയം ഗന്ധപുഷ്പ പക്ഷാദ ഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനടോ. വസ്ത്രാജനകുശാദ്യങ്ങളല്ലാസന ഉത്തമമായോ അതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന് വിർമുദാലി വിന്യാസം കഴിക്കണം. ചെയ്ക തത്വന്യാസവും കേശവാദ്യന ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണപാകെ കുസുമാദികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം. അർക്കപാദ്യപ്രദാർത്ഥമായും മദ്യപാർക്കാർത്ഥമാജപനാർത്ഥമെന്നിങ്ങനെ പത്രചതുഷ്ടനായവും വെച്ചുകൊള്ളണം. പാർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാം ജീവസഞ്ചാം തടിജുജ്വലാം കമലെ ദൃഢം ധ്യാനിച്ചു കൊള്ളേണം. പിന്നെ സ്വദേഹമകലും ത്വയാ ഉറക്കേണമിക്കളവും ഒരിളക്കവും കൂടാതെ പിന്നെ സ്വദേഹമഖിലം ത്വയാ വ്യാപ്തമെന്നുറക്കേണമിക്കളവും കൂടാതെ പ്രതിമാതിഷുമൽക്കലാം ദേവസ്വരൂപമായി ദാനിക്ക കേവലം പദ്യവും മർഖ്യം തഥാ മധുപർക്കമിത്തൈവ പുന സ്നാനവസ്ത്രഭൂഷണൈ എത്രയും ഉള്ളതു ഉപചാരമെന്നാലേ തത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. അകമോക്ത പ്രകാരേണ നിരാജനൈരതു പദീപൈവൈദ്യേഹബഹു വിസ്തരൈ ശ്രദ്ധയാ നിത്യം ആയി അർച്ചിച്ചു കൊള്ളുവിൻ. ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഓ മമ ഗത്യോക്ത മാർഗ കൊണ്ടാണല്ലേ മൂലമന്ത്രം കൊണ്ട് ചെയ്യണമെന്നീ ഭക്തി പുരുഷ സൂക്തം കൊണ്ടു മാമടോ. ചിത്താതാരിങ്കൽ നിനക്ക് കുമാരാ നീ ഔപാസനാനഗൗ ചരുണാ കവിക്ഷത സോപാദിനാ ചൈക ഹോമം മഹാമദേ. സപ്തജാംബൂന ദപപ്രമുഖ്യം മഹാപ്രഭം ദീതാഭരണ വിഭൂഷിതം കേവലം മാമേവഗ്നിമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാബുധോത്തമൻ. പരിഷദനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാഭയൻ മന്ത്രവിൽ പ്രത്യാജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വസ്ത്രവാസനാഗമല്ലീതലാധികം ത്വാമദഗ്രേ മകൾ പ്രതിപൂർവകം നൃത്തഗിരി തുതിപാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തു പ്രകാശേട്ടാ, അടുത്ത ബാക്കി ഭാഗം രാജാജി. രാമ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ എന്ന് തുടങ്ങി രാജാന്റെ
ശരിയാവൂല കേട്ടോ. എങ്കിൽ കവിത ചേച്ചി ചൊല്ലൂ, ബാക്കി ഭാഗം പിന്നെ ഞാൻ വായിച്ച കേൾക്കാമോ ഞാൻ പറയുന്നേ? ആന്റിക്ക് ബന്ധം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം അല്ല കിട്ടുന്നില്ലെങ്കിൽ കവിത ചേച്ചി പാരായണം നീ തുടങ്ങൂ. അല്ലേ നീയല്ലേ വീഡിയോ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചി ചെല്ലു ചേച്ചി, ചേച്ചി ചെല്ലു ചേച്ചി. ചെല്ലട്ടോ. ഹരേ നീയല്ലേ? രാമ ഹരേ ആ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി. മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കി നിധായാനന്ദപൂർവകം. രക്ഷമാം ഘോര സംസാരാദിതിമോരുക്ത നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യുമകസിംഗലിദ്ധം ദിനമനുപൂജിക്കമൽ സഖേ. ഭക്തി സംയുക്തനായുള്ള മത്യന്മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ. ദേഹനാശേ മമ സാരൂപ്യവും വരു മൈഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. ഇത്തം മായോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ. നിത്യപൂജാ ഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിതമരുൾ ചെയ്തോരനന്തരം. മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ, ഹാ ജനമോഹിനീ നാഥേ മമ പ്രിയേ. ഏവമാതി പ്രലാപം ചെയ്തു നിദ്രയും ദേവേ ദേവദേവന്നു വരാതെ ചമഞ്ഞിതു. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമിഖ്യമോടു മരുവും ചില നേരം. ഹനുമൽ സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലമൊരുദിന മങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജനഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. കേൾക്ക കവീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നതു സാദരം. നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചിലേതുമേ എന്നുട മനസ്സേ തോന്നുനിന്നഹോ. ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുട മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജന പൂജനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാ ശോവാ പരോശതവാ തവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. പർവതാഗ്രേ നിജ സോദരൻ തന്നോടു മുർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചിതില്ലേതുമേ. വാനരഭാവേന മാനിനീ സക്തനായി പാനവും ചെയ്തു മതിമറന്നഹം. പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകളത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനിയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നുട വാക്കുകേട്ടജ്ഞസാഭീതനായൊരു സുഗ്രീവനും
ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പ്രതീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്തരം എന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കെങ്കിലേക്കുമേറ്റിടണം. ദീപസ്ഥിമാരായ വാനരാത്തമന്മാരെ വരുത്തുവനായി ദ്രുതം നേരെ 10,000 കവിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരണം കവികുലം, പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വജ്ജൻ അവനതിനില്ലൊരു സംശയം. സത്യം പറഞ്ഞാലിളക്കമില്ലേതുമേ അഞ്ജനാ പുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൂക്കിരുന്നിടിനാൻ. ഭർതൃനിയോഗം പുരസ്കൃത്യ മാരുത പുത്രനും വാനര സത്തമന്മാരെയും 10 ദിക്കിന്നുമയച്ചാൻ അഭിമത ദത്തപൂർവം കവീന്ദ്രന്മാരുമന്നേരം. വായുവേഗപ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനമാനാദി തൃത്താത്മന മായാ മാനുഷ്യകാര്യോർത്ഥമതിദ്രുതം. ശ്രീരാമന്റെ വിരഹതാപം. രാമനും പാർവതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ. താവേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ, പാപമയ്യോ മമ കാൺക കുമാരനീ. ജാനകി ദേവി മരിച്ചിതോ പുത്രജിൽ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ. കച്ചിൽ പുരുഷനോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിടുകിൽ കേവലം എത്രയോ മിഷ്ടനവൻ മമ. എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങുബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെയൊടുക്കുന്നത് കൊണ്ടൊരു സംശയമേതുമതിനില്ല നിർണയം. എന്നെയും അവള് നോക്കുക കേട്ടോ, അവള് ഞാൻ വീണ്ടും ദുഃഖിച്ചിരിക്കുന്ന പിന്നെ ഞാൻ എന്നിനെ കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു. ചന്ദ്രശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദം മന്ദം തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം. ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോട് കൂടി ദിവാനിശം. മദ്യപാനസക്തചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ശരൽക്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാദിവാസവും ഇന്നോടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറയ്ക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. ഇത്തമരുൾ ചെയ്ത രാഘവനോടതി കൃതനായൊരു സൗമിത്രി ചൊല്ലിടിനാൻ. വചനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാവിടകൊള്ളുവൻ അദ്യ തവാന്തികം. ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു
പ്രാജ്ഞനായൊരു സുമിത്രാതനയനും ആദായ ചാപതുണീരഖണ്ഡങ്ങളും ക്രോധേന ഗന്ധുമഭ്യദ്യുതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയുമുണ്ടെന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി, കിന്തു ഭയപ്പെടുത്തിയിടുക നീ വരൂ. ബാലിയെ പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ. ഇത്തം അവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന രാമ 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 രാമ. ചേച്ചി ഗോവിന്ദനാമ ഹരേ സങ്കീർത്തനം നാമ ഗോവിന്ദ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി അടുത്ത ഭാഗം രാജാന്റി വായിച്ചോളൂ. ലക്ഷ്മണൻ സുഗ്രീവനെ കാണുവാൻ പോകുന്നതുണ്ട്. ആ മ്യൂട്ടൊന്ന് മാറ്റണേ. ക്ലിയർ ആയോ? ഇനി വായിച്ചോളൂ. ലക്ഷ്മണൻ സുഗ്രീവനെ കാണുവാൻ പോകുന്നു. അവിടെ മുതൽ വായിച്ചോളുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അഗ്രജന്മാജ്ഞയാ സൗമിത്രി സൗത്തരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോമിപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം. വിജ്ഞാനമൂർത്തി സർവജ്ഞനാനകുലജ്ഞാനി ആയുള്ള മനുഷ്യനെ പോലെ ദുഃഖ സുഖാദികൾ കൈകൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപര ആനന്ദമൂർത്തി ജഗന്മേനീശ്വരൻ. നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസം ജ്ഞാന സംയുതം ആകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മേനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയഥ. രാമനായി മാനുഷ വ്യാപാരജാതയാം രാമായണാവി ധാമാനന്ദദായിനീ സകഥാ വിപ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധേ തത്ക്രിയാകാലദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാന വ്യക്തനദ്വയൻ. കാമാദികളാൽ വിലിപ്തനവ്യയൻ വ്യോമവ്യാപ്തനന്ദനാമേൻ. ദിവ്യമുനീശ്വരന്മാർ ധനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദനുഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണിലിയിട്ടതോ. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രൂ കിലുകില ശബ്ദം പരവശാൽ. വപ്രോ പരിവാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ
ഉൾക്കാമ്പിലഭ്യുദത്യനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു പല്ലൂകവൃന്ദവും വല്ലാതെയായതു. ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞതാ തക്ഷണം അങ്കദനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ശ്രേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സ ത്വം പിതൃവിനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാലനർത്ഥം അവളംബിതം വരും. ഉഗ്രനാം അഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ അഗ്രജമാർഗം ഗമിക്കണം എന്നുണ്ടു. സുഗ്രീവനുൾക്കാമ്പിലങ്കിതയെ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകുന്നു ചൊന്നതു കേട്ടൊരു ബാലി തനേനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ. കോവേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാവേയഭാവം കളഞ്ഞു വന്നിക്ക ചെന്നാകത്തതല്ലായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനത് കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ. അങ്കദനോടുകൂടന്തികേ ചെന്നു വന്നിക്ക സൗമിത്രിയെ സ്വാന്തനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക. ശാന്തനായോരു സുമിത്രാതനെ മാരുതിയെ പറഞ്ഞേവമയച്ചതാ താരയോടക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകേണമാശു നീ താരേ മനോഹരേ. ലക്ഷ്മണൻ തന്നുടെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാര്യവാക്യങ്ങളാൽ. പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം. യുദ്ധമാക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനേനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തോ പുറത്തു ഭാഗെ നിന്നരളുവാൻ അന്തഃപുരത്തിലാം മാറിഴുന്നള്ളണം. രാജതാരങ്ങളെയും നഗരാഭയം രാജാവു സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു. യൂഥവന്മാരുവിലും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദം ഉൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാത്യകൻ മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ഒന്നാളഹോ തവ മന്ദരമായിതറിഞ്ഞില്ലയോ. ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായോരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാവല്യമേറുമീ ജാതികൾ കോർക്കണം. മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശു. അവൾ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായ വേണം. ദയാനിതേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവെന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കവികുല പ്രൗഢരും വന്നു നിറഞ്ഞതു. കാൺകിവിട പുനരുന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസത്തമന്മാരെല്ലാം. പുത്രകളത്ര മിത്രാനിതനായ
ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവും ആശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കെട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രവം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്നിച്ചു മത്തനായി വിഹിലിതക്ഷണനാ കവി സത്തവനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്താനുജനോട് ചൊല്ലിനാൻ, നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ? വൃതാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നുമറിയ നീ. അഗ്രജമാർക്കം ഗമിക്കയാൽ അഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ, യുദ്ധം അരുൾ ചെയ്വതിനെന്തു കാരണം? ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കവിസത്തമനോർക്കിൽ സുമിത്രാത്മജനും സത്യവും ലംഘിക്കയില്ല കവീശ്വരൻ. രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയം അമ്മാറു കണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനര വീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കും ആമേമിനിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമത്രിയും ലജ്ജനായി നിൽക്കും ദശാന്തരേ. സുഗ്രീവനർക്കപാദ്യാദ്യേന പൂജ ചെയ്ത അഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൾ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അക്കാത്മജൻ മൊഴി കേട്ടു സൗമത്രിയും കൂട്ടാൻ പഴിഞ്ഞവനോട് ചൊല്ലിടിനാൻ, ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക. മഹാഭാഗനല്ലോ നീ, നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനിടോ. വൈകാതെ പോകാ വനത്തിനോ നാമിനി, രാഘവൻ താനെ വസിക്കുന്നതുമിടോ. അടുത്ത സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ എത്തുന്ന ഭാഗമാണ്. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കുകയില്ലെന്ന് സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി പേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗതൈരലം അജസാ വാനരസേനയോടും തഥാ ചാമര ശ്വേതാ തവത്ര വ്യജനവാൻ സാമര സൈന്യനാം അഹണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമോട് നടന്നു കവിവരൻ. ഗഹരദ്വാരി ശിരാതലേ വാഴുന്ന വിഹ്വല മാനസം ചിരാജീനധരം ശ്യാമം ജഡാമകുടോജ്വലം മാനവം രാമം വിശാല വിലോചനം ശാന്ത മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിടിനാൻ വീരനായൊരു സൗമത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദ. ചേച്ചിയുടെ മ്യൂട്ടായല്ലോ. മ്യൂട്ടായിരിക്കുകയാണ്. ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം
ശ്രീരാമ തുറന്ന് രാമ വായിക്കാനാണ്. രാമ. അത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇന്നത്തെ പാരായണം ഇതുവരെയാണ്. നാളെ സീതാന്വേഷണം, 18-ാം ദിവസം സീതാന്വേഷണം തുടങ്ങുകയാണ്. ഇനി അടുത്തതായിട്ട് ഇതിനെ കുറിച്ചുള്ള ഇന്നത്തെ കുറിച്ചുള്ള വിശകലനവും ഇതും ഉഷാവപ്പോൾ പറയണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഉഷാവപ്പോളെ കുറച്ച് സമയം അധികമായി ഇന്നത്തെ പരിപാടിയൊക്കെ, അതുകൊണ്ടൊരു രക്തചുരുക്കത്തിൽ പറയണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഓൾറെഡി ലേറ്റ് ആയി. ഉഷാവപ്പോഴും പലയിടത്തും കുഴപ്പമില്ല, പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഇന്നലെ പിന്നെ കുറച്ച് ഭാഗമേ ഇന്നലെ പാരായണം ചെയ്യാനുള്ളായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് വേറെ കഥകളൊക്കെ പറയേണ്ടി വന്നത്. നമസ്തേ ജയശങ്കര, എല്ലാവർക്കും നമസ്തേ. അപ്പൊ അങ്ങനെ താരയെ സമാധാനിപ്പിച്ചു, താരയ്ക്ക് ഉപദേശമൊക്കെ കൊടുത്തു. കാൽക്ഷണം ഇത് പറയുന്നുണ്ട്, കാൽക്ഷണം മാത്രം സംഘം കൊണ്ട്, ശ്രീരാമനോടുള്ള സംഘം കൊണ്ടാണ് താരയ്ക്ക് ഭക്തി ഉദിച്ചു. ഇനി താരയെ നമ്മൾ ഇതുവരെ കണ്ട താരയെ ഇനി അങ്ങോട്ട് നമ്മൾ കാണുന്നതേ ഇല്ല. ഭക്തി ഉദിച്ച് ആത്മതത്വത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനിയായി തീർന്ന താരയാണ് നമ്മൾ കാണുന്നത്. ഒരു മർക്കട വാനരയാണെങ്കിൽ പോലും ശ്രീരാമ സംഘം കൊണ്ടുണ്ടാവുന്ന, സൽസംഘം കൊണ്ടുണ്ടാകുന്ന മാറ്റം, അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ രാമൻ ശ്രീരാമചന്ദ്ര പ്രഭു പറയുന്നു, സുഗ്രീവനോട് പറയുന്നു, അഗ്രജപുത്രനാം അംഗദൻ തന്നെ, അതായത് അംഗദനെ കൊണ്ട് ജ്യേഷ്ഠന്റെ സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യിച്ച് പുണ്യാഹവും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നു. അങ്ങനെ ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ച് സുഗ്രീവൻ അതൊക്കെ ചെയ്തു കൊടുക്കുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നതിന് ശേഷം സുഗ്രീവൻ വന്ന് ഭഗവാനോട് പറയുവാണ്, ലങ്കാരാജ്യം ഇനി അങ്ങ് ഭരിച്ചാലും ഞാൻ അങ്ങയുടെ ദാസനായി ലക്ഷ്മണനെ പോലെ തന്നെ അങ്ങയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്കൂടെ തരണേ എന്ന് പറയുന്നു. അപ്പൊ ഞാന് രാജ്യത്തേക്ക് 14 വത്സരം കഴിയാതെ, ഇപ്പൊ 13 വർഷമൊക്കെ കഴിഞ്ഞു. നമുക്കറിയാം താപസന്മാരോടൊപ്പം കഴിഞ്ഞിരുന്ന ആ കാലത്ത് തന്നെ 13 വർഷം അവിടെ താമസിച്ചതായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇപ്പം പിന്നെ 13 വർഷത്തിന് ശേഷമുള്ള സംഭവമാണ് ഈ പറയുന്നതൊക്കെ തന്നെ. അപ്പം അതുകൊണ്ട് നിന്നെ സൗമിത്രി ലങ്കാധിപതിയായി അഭിഷേകം കഴിക്കും, നീ അംഗദനെ യുവരാജാവായും അഭിഷേകം കഴിച്ച് ബാലി എങ്ങനെയാണോ കിഷ്കിന്ധാപുരം പരിപാലിച്ചിരുന്നത് അതുപോലെ തന്നെ നീയും പരിപാലിക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനി മഴക്കാലമാണ് വരുന്നത്. ചാതുർമാസ്യ വ്രതത്തിലേക്ക് പോവുകയാണ് ഞാന് ഋഷ്യമൂകാചലത്തിലെ ഒരു ഗുഹയിൽ ഈ മാസ വ്രതം എടുക്കാൻ പോകുന്നത്. 4 മാസത്തെ മൗനവ്രതം പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നീ ഈ മഴക്കാലം കഴിയുമ്പോൾ ഈ സീതാന്വേഷണത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങുക എന്ന് പറയുന്നു. അതുവരെ പോയി അരുമയോടുകൂടി ആ രാജ്യത്തെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് രാജാവായിക്കൊണ്ട് രാജ്യത്തെ ഭംഗിയായി പരിപാലിക്കുക എന്ന് പറഞ്ഞിട്ട് രാമൻ ഋഷ്യമുഖാചലത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ചാതുർമാസ്യ വ്രതം എടുക്കാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മണൻ അവിടെ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ക്രിയാമാർഗത്തെ, ഇതുവരെ ജ്ഞാനോപദേശത്തെ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്രിയാമാർഗത്തെ, അതായത് പൂജാവിധാനത്തെയാണ്, ക്രിയാമാർഗത്തെ എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് ലക്ഷ്മണൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നേരത്തെ പ്രകാശ്ജിയാണെന്ന് തോന്നുന്നു ക്രിയാമാർഗത്തെ നമ്മൾ ശ്രദ്ധയോടെ പാരായണം ചെയ്യുന്ന ഭാഗം പറഞ്ഞിട്ടാണ് പാരായണം ചെയ്യുന്നതെന്നുള്ളത് വളരെ സന്തോഷകരമായിരുന്നു. എല്ലാ ഭാഗവും നമ്മൾ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം. എങ്കിൽ പോലും അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പാരായണം ചെയ്യുന്ന മാത്രമേ തന്നെ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാം. ഇവിടെ പറയുന്നുണ്ട്, സംക്ഷേപിച്ച് പറയാമെന്ന് ഭഗവാൻ പറയുന്നതിനെ ഞാൻ ഒന്നുകൂടെ ചുരുക്കിയിട്ട്, പ്രത്യേകിച്ച് സമയം അധികരിച്ചത് കൊണ്ടും പറയാണ്. ആദ്യം 926 മുതൽ മണ്ണിടത്തുങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ എന്നാണ് തുടങ്ങുന്നത്. ദ്വിജത്വം എന്നുള്ളത് ഉപനയന സംസ്കാരത്തെയാണ് ഇവിടെ പറയുന്നത്. ഉപനയനം ആർക്ക് ചെയ്യാം എന്നുള്ളത് ഒരു ചോദ്യം വന്നാല് അത് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മതത്വത്തെ ഗ്രഹിച്ചവനാണ് ദ്വിജൻ. അപ്പൊ ആ ആളാണ് ഉപനയനം. ആത്മതത്വത്തെ ഗ്രഹിച്ചവൻ, അതായത് നിത്യാനിത്യ വിവേകമുദിച്ച് ശമനിയമാദികളുടെ അഷ്ടാംഗ യോഗത്തെ സിദ്ധമാക്കി
ജ്ഞാനിയാകത്തീരുന്നവനാണ് ഉപനയനം നടത്തേണ്ടത്. അങ്ങനെ ഉപനയനം നടത്തുന്നവനാണ് ദ്വിജൻ. ആ ദ്വിജൻ ആചാര്യനോട് മന്ത്രങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഇനിയും കാലേ കുളിക്ക വേണം ദേഹശുദ്ധിക്കായിക്കൊണ്ട് ഈ കഴിഞ്ഞ പറഞ്ഞ നിത്യാനിത്യ വിവേകം മുതലുണ്ടായിരുന്ന ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനഃശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. ഇനി ശരീരശുദ്ധിക്കായിട്ട് കുളിച്ച് കാലേ കുളിച്ച് ദേഹശുദ്ധിയെ ചെയ്ത് സന്ധ്യാവന്തരാദികളൊക്കെ ചെയ്തതിന് ശേഷം നിത്യകർമ്മവും ചെയ്തതിന് ശേഷം വേണം പൂജാവിധാനങ്ങൾ ചെയ്യാൻ. ഇവിടെ ദ്വിജന്മാരായിട്ടുള്ളവര് നമ്മുടെ ഗ്രൂപ്പിൽ ധാരാളമുണ്ട്. എനിക്കാണെങ്കിൽ ക്രിയാമാർഗത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാതാനും, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. എങ്കിലും ഭഗവാനെ സങ്കല്പിക്കുന്നത് ഹൃൽകമലത്തിങ്കൽ, ഹൃദയത്തിലാവാം, അഗ്നിയിലാകാം, പ്രതിമാദികളിലാകാം. പ്രതിമാദികൾ തന്നെ പലതുണ്ട്. ഭഗവാൻ രാമേശ്വരത്തി എന്ന് മണ്ണുകൊണ്ടാണ് അവിടെ രാമന്റെ ഈശ്വരനായ പരമശിവനെ പ്രതിഷ്ഠിച്ചത്, മണ്ണുകൊണ്ട്. അപ്പൊ മണ്ണുകൊണ്ടാവാം, ജലം കൊണ്ടാവാം, അഗ്നി ദീപം വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിൽ ഭഗവാനെ സങ്കല്പിക്കാം. പിന്നെ നമുക്കറിയാം കളം എഴുതുകയൊക്കെ ചെയ്യുമല്ലോ. ഈ എന്താണ് അതിന് പറയുന്നത്, പത്മപ്പൊടിയൊക്കെ ഉപയോഗിച്ച് അതിലും ഭഗവാനെ സങ്കല്പിക്കാം. പിന്നെ പ്രതിമാദികളിൽ സങ്കല്പിക്കാം. ഇങ്ങനെ ഏതിൽ വേണമെങ്കിലും ഭഗവാനെ സങ്കല്പിക്കാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ സ്ഥണ്ടിലത്തിലാകാം, സാളഗ്രാമത്തിലാകാം. എന്തായാലും എങ്ങനെയാണ് ചിത്തശുദ്ധിയും ശരീരശുദ്ധിയും വന്നതിന് ശേഷം വേണം പൂജ കഴിക്കാൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടൊക്കെയാണ് പൂജ കഴിക്കേണ്ടത്? ഗന്ധം, പുഷ്പം എന്ന് വേണ്ട, ചിന്തിച്ചതൊക്കെ ലഭിക്കുമാറിയാം. എന്തുകൊണ്ടും ഭഗവാന് പൂജ കഴിക്കാം. അപ്പൊ നമ്മള് പൂജ കഴിക്കുന്നവർക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമെങ്കിലും ഭൂമിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭഗവാന് ഗന്ധം ഒഴിയുന്നത്. അതുപോലെ ആകാശത്തെ സങ്കല്പിച്ചുകൊണ്ടാണ് പുഷ്പം സമർപ്പയാമി. അതുപോലെ ദീപത്തെ വന്നി അഗ്നിയായി കണ്ടുകൊണ്ടാണ് ദീപത്തെ ഭഗവാന് കാണിച്ചു. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെയൊക്കെ തന്നെ ജലം കൊടുക്കുന്നുണ്ട്. അവസാനമാണ് പിന്നെ ഏത് കൊടുക്കുന്നത്? നിവേദ്യം കൊടുക്കുന്നത്. നിവേദ്യം എന്ന് പറഞ്ഞാൽ ആത്മസമർപ്പണമാണ്. അപ്പം ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട്, ആകാശ സങ്കല്പിച്ചുകൊണ്ട്, അതുപോലെ ദീപം കാണിച്ച് അഗ്നിയെ സങ്കല്പിച്ചുകൊണ്ട്, ഭൂമിയെ സങ്കല്പിച്ചുകൊണ്ട്, ഗന്ധത്തെ കർപ്പൂരം, സാമ്പ്രാണി എന്നിവ ഗന്ധമായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ജലം കൊടുക്കുന്നു. ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം ആത്മസമർപ്പണമാണ് നിവേദ്യം. ഇതൊക്കെ ചെയ്യാമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ശ്രദ്ധയോടും ഭക്തിയോടും ഇതൊക്കെ ചെയ്യണം എന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ലിപിന്യാസം, തത്വന്യാസം, പിന്നെ കരന്യാസം, മന്ത്രന്യാസം ഇതൊക്കെ പറയുന്നുണ്ട്. ഈ ന്യാസത്തെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ട് ഞാൻ അതുപോലെ വിടുകയാണ്. പിന്നെ പൂജാദ്രവ്യങ്ങളൊക്കെ സംഭരിച്ചു വെക്കുന്നതിനെ കുറിച്ചും ഭഗവാനെ ഏതാണോ നമ്മൾ ഇപ്പം സങ്കല്പിക്കുന്നത്, വിളക്കാണെങ്കിലും പ്രതിമയാണെങ്കിലും വിഗ്രഹങ്ങളാണെങ്കിലും എന്തായാലും അതിലേക്ക് ഭഗവാനെ എന്താണ് ആവാഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഗമോക്തങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. ഇതൊക്കെ ശ്രദ്ധയാ ഭക്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ പൂജിക്കുമെന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ തീർത്ത് പറയുന്നത്, എന്ത് കൊടുത്താലും. പിന്നെ അഗസ്ത്യോക്തമായ ആ മന്ത്രങ്ങളെ കൊണ്ട് എന്നെ പൂജ ചെയ്യാം, പുരുഷ സൂക്തം കൊണ്ട് എന്നെ പൂജ ചെയ്യാം. ഇങ്ങനെയൊക്കെയും ഭഗവാൻ ആ ക്രിയാമാർഗത്തെ കുറിച്ച് അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയൻ മന്ത്രവിൽ ഭക്ത്യാ ജപിച്ച് മാം ധ്യാനിച്ചു മൗനിയായി എന്ന് പറയുന്നുണ്ട്. പിന്നെ പാദാംബുജത്തെ ഭഗവാനെ നമസ്കരിക്കുക, എന്നിട്ട് ഭഗവത് പ്രസാദത്തെ സ്വീകരിക്കുക, എന്നിട്ട് രക്ഷമാം ഘോര സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ചെയ്ത് ഉദ്വസിപ്പിച്ച് ഭഗവാനെ ആ സ്വരൂപത്തിലേക്ക് തന്നെ മടക്കി അയക്കുക. ഇങ്ങനെ ദിവസവും പൂജിക്കുകയാണ് ക്രിയാമാർഗമെന്ന്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. പൂജകളെ കുറിച്ച് എനിക്ക് വലിയ അറിവുകളില്ലാത്ത ആളാണ്. ഉണ്ടെങ്കിൽ ഇതിൽ പൂജ കഴിക്കുന്നവർ എന്നോട് ക്ഷമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പറയുന്നു. ആ ക്രിയാമാർഗത്തെ നമ്മൾ കേൾക്കുകയോ പഠിക്കുക എന്നുള്ളത് ചെയ്യുകയോ വായിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നവർക്ക് പോലും
ഭക്തിയുണ്ടാവും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അത്രയും പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഭഗവാൻ ആ മായയെ അവലംബിച്ചുകൊണ്ട് ഹാ ജനകാത്മജേ സീതേ മനോഹരെ എന്ന് പറഞ്ഞ് പിന്നെയും വിലാപം ചെയ്യുകയാണ്. അപ്പോഴ് ഈ സമയം നമ്മൾ വീണ്ടും ഇവിടെ ചാതുർമാസി വ്രതത്തിലേക്ക് പോകുന്ന ഋഷ്യമൂകാചരത്തിലിരിക്കുന്ന ശ്രീരാമനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ നേരെ കിഷ്കിന്ധയിലേക്ക് പോവാണ്. അവിടെ ചാതുർമാസം ഈ വർഷകാലമൊക്കെ കഴിഞ്ഞു. ഇവിടെ സുഗ്രീവൻ അനങ്ങുന്നില്ല. സുഗ്രീവൻ ഇപ്പം വളരെ സുഖമായിട്ട് മദ്യമൊക്കെ സേവിച്ച് രുമയൊക്കെ ആയിട്ട് വളരെ എല്ലാ രാജകീയ സുഖഭോഗങ്ങളും അനുഭവിച്ച് കഴിയുകയാണ്. ഹനുമാൻ സ്വാമി യഥാർത്ഥ പ്രധാനമന്ത്രിയാണ്. അവിടെ ചെന്ന് ഉപദേശിക്കുകയാണ്, ഇങ്ങനെ കഴിഞ്ഞാൽ പറ്റി, ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിന്റെ കാര്യമൊക്കെ രഘുത്തമൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ആ മഹാബലവാനായ ബാലിയെ പോലും നിമിഷാർത്ഥം കൊണ്ട് നിഗ്രഹിക്കാൻ കഴിവുള്ളവനാണ്. നിന്റെയും ഗതി ഇതായി തീരും. അതുകൊണ്ട് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അതുകൊണ്ട് നീ എത്രയും വേഗം ഭഗവാന് വേണ്ട കാര്യം, സീതാന്വേഷണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക എന്ന് പറയുന്നു. അപ്പൊ തന്നെ 10,000 വാനരന്മാരെ വരുത്തിയിട്ട് 7 ദിശയിലേക്കും പറഞ്ഞയക്കുകയാണ്. 10 ദിക്കിലേക്കും അയക്കുകയാണ്. 10 ദിക്കിലേക്കും സന്ദേശവുമായി അയക്കുകയാണ്. ആ 10 ദിക്കിലുമുള്ള എല്ലാ ശ്രേഷ്ഠന്മാരായ കവി വീരന്മാരും എത്രയും പെട്ടെന്ന് പക്ഷത്തിനുള്ളിൽ വരണമെന്ന് പറഞ്ഞു. ഒരാഴ്ചക്കകം ഇവിടെ എത്തണം. ഒരാഴ്ച കൊണ്ട് വരാത്തവരെയൊക്കെ വധ്യനാണ്. എല്ലാവരെയും ഞാൻ ഒരാഴ്ചക്കകം ഇവിടെ എത്താത്ത എല്ലാവരെയും വധിക്കുമെന്നുള്ള സന്ദേശം അയച്ച് 10,000 കവി വീരരെ. ഒരു മാസമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. പക്ഷം എന്ന് പറഞ്ഞാല് 30 ദിവസമല്ലേ? അല്ല, എനിക്കറിയില്ല. 5 ദിവസം ഒരു പക്ഷം, ഒരു മാസം 2 പക്ഷം. അതെ അതെ, 30 ദിവസത്തിനകം. ശരിയാ. ഉത്തരായനോ സോറി, അല്ല 15 ദിവസം. ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും 2 പക്ഷമുണ്ട് ഒരു മാസം. അതെ, അപ്പൊ വരണം. അല്ലെങ്കിൽ 15 ദിവസം വീതം. 15 ദിവസം വീതം. അപ്പൊ 30 ദിവസം. ഒരു പക്ഷം എന്ന് പറയുമ്പോൾ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും 15 ദിവസം വീതമാണ്. അത് ചേർന്ന് ഒരു പക്ഷം 30 ദിവസം. 30 ദിവസത്തിനകം വരാത്തവരെ ഞാൻ വധിക്കുമെന്ന് ഉള്ള സന്ദേശവും കൊടുത്ത് 10,000 കവിവീരരെ 10 ദിക്കിലേക്കും അയക്കുന്നു. പിന്നീട് വീണ്ടും നമ്മള് ഋഷ്യമുഖാചരത്തിലേക്ക് വരുന്നു. കുമാര, എനിക്ക് ഭാര്യയെ കാണാത്തതിലുള്ള വിഷം, ജാനകി ദേവി മരിച്ചോ, എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഓർത്ത് മായാ മനുഷ്യൻ കരയുന്നതാണ് നമ്മൾ കാണുന്നത്. സൂര്യനോടും ചന്ദ്രനോടും ഒക്കെ ആ ചന്ദ്രമുഖിയായ ആ ദേവിയെ ചെന്ന് സമാധാനിപ്പിക്കാനൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ സുഗ്രീവനും കാര്യമെല്ലാം സാധിച്ചു കൊടുത്തു. പക്ഷെ സുഗ്രീവനും മറന്നെന്ന് തോന്നുന്നു. മധ്യനായോരു സുഗ്രീവനെ സത്വരം ഹത്വ വിടകൊൾവൻ അദ്യ. ഇപ്പൊ ഇത് കേൾക്കുമ്പം ലക്ഷ്മണൻ അങ്ങനെയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോയി സുഗ്രീവനെ അങ്ങ് വധിച്ചേക്കാം. കാരണം ശേഷനാഗമാണ്, രണ്ടാമതൊന്നും ആലോചിക്കത്തില്ല. എന്താണോ ജ്യേഷ്ഠന്റെ ആഗ്രഹം അതിനനുസരിച്ച് അപ്പടെ പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാലിയെ അപ്പൊ പറഞ്ഞു, വേണ്ട, അവനെ പോയി ഒന്നും വധിക്കുകയൊന്നും വേണ്ട. ബാലിയെ പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിയ നീ എന്ന എന്റെ സന്ദേശം നീ അവിടെ കൊണ്ട് കൊടുത്താൽ മതിയെന്ന് ലക്ഷ്മണനോട് പറയുന്നു. അതനുസരിച്ച് ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് പോകുന്നു. അവിടേക്ക് കയറി ചെല്ലിട്ട് ഒരു ഞാണലി വിടുമ്പം, ഞാൻ വന്നു എന്നുള്ളതെന്ന് അറിയിക്കാനായിട്ട് ഒരു ഞാണലി വിടുമ്പം കുറേ മർക്കടന്മാര് കല്ലും മരവും ഒക്കെ പിഴുതെടുത്തോണ്ടും ഒക്കെ ആയിട്ട് ഓടി വരികയാണ്. ഇവിടോട്ട് ആരോ ഉപദ്രവിക്കാൻ വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അത് കണ്ടുകൊണ്ട് അങ്കദൻ, താരയുടെ ബാലിയുടെ മകനായ അങ്കദൻ വന്നിട്ട് അവരെയൊക്കെ തടഞ്ഞ് മാറ്റി വിട്ടതിന് ശേഷം ഭഗവാനെ ചെന്ന് സ്വീകരിക്കുന്നു. എത്രയും പെട്ടെന്ന് സുഗ്രീവനോട് ചെന്ന് വിവരം പറയുന്നു. അപ്പൊ സുഗ്രീവൻ പറയുന്നു, വേഗം ചെന്ന് ഹനുമാൻ സ്വാമിയോട് കൂടി ചെന്ന് അങ്കദൻ ലക്ഷ്മണനെ സ്വീകരിക്കുക, അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞു, കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നു. അങ്ങനെ അങ്കദനും ഹനുമാനും കൂടെ നേരെ ലക്ഷ്മണ സവിധത്തിലേക്ക് എത്തുന്നു. അപ്പൊ ലക്ഷ്മണൻ ഭഗവാന്റെ സന്ദേശം അവർക്ക് അറിയിക്കുന്നു. അതിന്റെ ഒന്നും കാര്യമില്ല, വേണ്ടതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും, ഭഗവാനെ മറന്നിട്ട് നമ്മളൊരു കാര്യമില്ല എന്നുള്ള കാര്യവും ഒക്കെ ഇവിടെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് തന്നെ സുഗ്രീവൻ ഇവരെ വിട്ടതിന് ശേഷം എളുപ്പം താരയോട് ചെന്ന് പറയുന്നു. കാരണം താര ബ്രഹ്മതത്വത്തെ അറിഞ്ഞവളാണ്. അതുകൊണ്ട് ഭഗവത് ഭക്തയാണ്. കുറച്ചും കൂടെ ആണുങ്ങൾ ചെന്ന് അനുനയിപ്പിക്കുന്നതിനെക്കാട്ടിലും സ്ത്രീകൾ ചെന്ന് അനുനയിപ്പിച്ചാൽ പെട്ടെന്ന് ഈ സ്വാന്തനം നടക്കും. ഇതൊക്കെ അറിയാവുന്ന സുഗ്രീവൻ ചെന്ന് താരയോട് പറയുന്നു. അങ്ങനെ അനുസരിച്ച് താര വന്ന്
വളരെ സുന്ദരിയായ താര വന്ന് ലക്ഷ്മണനെ സ്വാന്തന വാക്കുകൾ കൊണ്ട് സ്വാന്തനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ലക്ഷ്മണനെ വേണ്ട വിധം സ്വീകരിച്ച് ആനയിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ സുഗ്രീവൻ ചെയ്യുന്നു. അപ്പം സുമിത്രാത്മജനും അതുപോലെ രാമന്റെ സന്ദേശം അറിയിക്കുന്നു. അതോടുകൂടി ഇന്നത്തെ അവിടം വരെയില്ലായിരുന്നു നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ച്. അത്രയും ഭാഗമാണ് നമ്മളെ ഭഗവാന്റെ പാതാര വിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.